മുമ്പ് വേറൊരു കാര്യം. ഇപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയ്ക്കും താഴെ വന്ന് മോശമായി കമൻറ്റുകൾ എഴുതുന്നവരുണ്ട്. അതൊരു ജീവിതചര്യയായി എടുത്തവരുമുണ്ട്. അതവർ ചെയ്തോട്ടെ, അതിൽ എനിക്കൊരു വിഷമവും ഇല്ല. അതിലൂടെ അവർക്കൊരു സന്തോഷം കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെ, നമ്മൾ എന്തിനു തടയണം? എനിക്ക് വേണേൽ അവരെ ബ്ലോക്ക് ചെയ്യാം, അല്ലെ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യാം. പക്ഷെ ഞാനതൊന്നും ചെയ്യുന്നില്ലല്ലോ. അതൊന്നും നമ്മൾ നോക്കാൻ നിൽക്കണ്ട. ഇപ്പം തന്നെ എന്നെ ഒത്തിരി പേര് എന്നെ വിളിച്ചിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ നാട്ടിൽ തന്നെ പള്ളിയിലെ അച്ഛന് ഇവിടുന്ന് പോയാണ്, ഇപ്പം ദുബായിലാണ് ഉള്ളത്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഐഷുട്ടി അടിപൊളിയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ എന്നെ വിമർശിക്കുന്നവരുണ്ട്, അതിൽ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ രാഹുൽ ഈശ്വർ ചേട്ടൻ, അതുപോലെ യദു നാരായൺ ചേട്ടൻ, പിന്നെ ഡോക്ടർ അനിൽ മുഹമ്മദ് സാർ, ഇവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ എൻ്റെ വിഷമം അതൊന്നുമല്ല. അതിന് മറുപടിയായി നിങ്ങൾ കമൻ്റ് ഇടാൻ പോകുന്നതാണ്. എൻ്റെ വീഡിയോ കണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന നല്ല മനസ്സുകളോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ചെയ്യരുത് പ്ലീസ്. എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് എനിക്കറിയാം, പക്ഷേ അത് വേണ്ട. നെഗറ്റീവുകൾക്കെതിരെ കൊട്ടിയടക്കപ്പെട്ടൊരു മനസ്സുണ്ടാകണം. അങ്ങനെ മറുപടി പറയാൻ പോയാൽ പിന്നെ അവരും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? ഇപ്പം തന്നെ അതുപോലെ സിസ്റ്ററിൻ്റെ ഫോട്ടോ ആണെങ്കിൽ മോശമായ രീതിയിലാക്കിയിട്ട് എൻ്റെ വീഡിയോയുടെ താഴെ കൊണ്ടുവന്ന് ചിലരൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത് പ്ലീസ്. അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. പ്ലീസ് അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. വിവാഹം എന്നത് ഓരോ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന കാര്യമാണ്. വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾ പാവപ്പെട്ട മാതാപിതാക്കളുടെ നെഞ്ചിലെ തീയാണ്, അല്ലേ? അവരെ കെട്ടിച്ചു വിടാനുള്ള പണവും പണ്ടവും വസ്ത്രവും ഒക്കെ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ സ്ത്രീധനം എന്ന സാമൂഹ്യ വിപത്തും ഇതിനൊരു ചെറിയ ആശ്വാസമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. വിവാഹം എന്ന സുന്ദര നിമിഷത്തിൽ രാജകുമാരിയെ പോലെ അണിഞ്ഞൊരുങ്ങുക എന്നത് ഓരോ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ പല പെൺകുട്ടികൾക്കും വില കൂടിയ വസ്ത്രങ്ങൾ കിട്ടാക്കനിയാകുമ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കരുപടന്നയിൽ 89 കാലഘട്ടത്തിൽ പഠിച്ചിറങ്ങിയ കലാലയം 89 സ്കൂൾ ബാച്ച് നിർധനരായ പെൺകുട്ടികളുടെ സുന്ദര സ്വപ്നം പൂവണിയിക്കാൻ, കല്യാണ ദിവസങ്ങളിൽ അണിഞ്ഞൊരുങ്ങാൻ ഏറ്റവും നല്ല വസ്ത്രങ്ങൾ നൽകി സഹായിക്കുന്നു. കലാലയം 89 വെഡ്ഡിംഗ് ഡ്രസ് ബാങ്കിൽ പോയി നിങ്ങൾക്ക് ആവശ്യമുള്ള ഡ്രസ് സൗജന്യമായി തിരഞ്ഞെടുത്ത് കേടുപാടുകളില്ലാതെ ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചേൽപ്പിച്ചാൽ മതി. അപ്പോൾ ഓക്കെ, കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ വിളിച്ചോളൂ. പിന്നെ ഈ വീഡിയോ ഒന്ന് കുറച്ച് പേർക്ക് അങ്ങ് ഷെയർ ചെയ്തേരെ, ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ പെടട്ടേന്നേ. അപ്പോൾ ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.